എക്കാലത്തും വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. മാരുതി സുസുക്കിയുടെ കുറച്ച് കാലം മുൻപ് ഇറങ്ങിയ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ വാഹനം വേറൊന്നുമല്ല, മാരുതി സുസുക്കിയുടെ സ്വന്തം വിക്ടോറിസ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗാഡി ടോക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാരുതി ബ്രാൻഡുകളെ ഓപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള മുതൽ മാരുതി നമുക്ക് നൽകുന്നുണ്ട്. നേരത്തെയൊക്കെ പലരും പപ്പടം അല്ലെങ്കിൽ പേപ്പർ വണ്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റിയോട് കൂടിയിട്ടാണ് മാരുതിയുടെ ഓരോ വാഹനങ്ങളും നമ്മുടെ റോഡിലേക്ക് ഇറങ്ങുന്നത് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 20 ലക്ഷം അല്ലെങ്കിൽ ഒരു 22 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു മാരുതിയുടെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല ജർമ്മൻ ബ്രാൻഡുകളും, ഞാൻ പ്രത്യേകം പറയുകയാണ്, ജർമ്മൻ ബ്രാൻഡുകൾ നൽകുന്നത് പോലുള്ള ഫീച്ചേഴ്സിൽ കൂടുതൽ ഫീച്ചറുകൾ ഈ മാരുതി ബ്രാൻഡ് നമുക്ക് നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് വളരെ വിശ്വസിച്ച് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ് ആയാലും അല്ലാതെയുള്ള കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ ഒരു വിക്ടോറിസ് എന്ന് പറയുന്ന വാഹനം നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം ആകാറായി, അല്ലെങ്കിൽ ഒരു 10 മാസത്തിന് മുകളിലായി ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്. നമ്മൾ ഇത്രയും നാൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാതെ ഇരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകളൊക്കെ എടുത്ത് യൂസ്ഡായി വന്നതിന് ശേഷം ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. കാര്യം നമ്മളൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ ഉപയോഗിച്ച ഒരാളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരാളിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇത്രയും ഹോൾഡ് ചെയ്ത് വെച്ചത്. അത് മാത്രമല്ല, നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിൽ ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഏകദേശം 2.5 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. മറ്റൊരു ബ്രാൻഡുകളോ അല്ലെങ്കിൽ മറ്റൊരു ഡീലർമാരും ഈ ഒരു ഓഫർ നൽകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏകദേശം 2.5 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് ഈ ഒരു വാഹനത്തിന് മാത്രം ഇപ്പോൾ നൽകുന്നത്. കമ്പനിയിൽ നിന്ന് പോലും ഈ ഒരു ഓഫർ കിട്ടുന്നില്ല, ഇൻഡസിൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിവിശാലവും അല്ലെങ്കിൽ ഭയങ്കര ഒരു ആജാന ബാഹു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു വാഹനമായിട്ടാണ് ഈ ഒരു വാഹനത്തിനെ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാക്കിയ ഈ ഒരു വാഹനം ഗ്രാൻഡ് വിറ്റാരയേക്കാൾ ഒരു 15 mm ലെങ്ത്തും 15 mm ഹൈറ്റും കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻപിൽ തന്നെ അതിവലിയ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു സുസുക്കിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഹെഡ്ലൈറ്റിൻ്റെ, അതായത് ഇടത്തെ വശം ഹെഡ്ലൈറ്റിൻ്റെ എൻഡ് മുതൽ വലത്തെ വശം ഹെഡ്ലൈറ്റിൻ്റെ എൻഡ് വരെ നീളുന്ന ഒരു ക്രോമിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വണ്ടി ഉടനെ തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു അടയാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രത്യേകിച്ച് രൂപവ്യത്യാസം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇതിൻ്റെ എൻജിൻ ഇളക്കി മാറ്റുക, പുതിയ ബാറ്ററി കയറ്റുക, ആ ഒരു വ്യത്യാസം മാത്രം ചെയ്തുകൊണ്ട് മാരുതിക്ക് സുഖമായിട്ട് ഈ ഒരു വണ്ടി ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നാരോ ആയിട്ടുള്ള, ഇപ്പോൾ പല വാഹനങ്ങളിലും കാണുന്ന നാരോ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വാഹനം VXA വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിന് മുകളിലോട്ടുള്ള വേരിയൻസിനെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നതാണ്. പിന്നെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള VXA വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പ് കൊടുക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് ഒരു എയർ വെൻറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്കിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു സിൽവർ ഫിനിഷിങ്ങിലാണ് ആ ഒരു സ്കിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ റേഡിയേറ്ററിലേക്ക് ഡയറക്റ്റ് എയർ കയറാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ എല്ലാം കുറേ ഓപ്പണിങ്ങുകൾ മാരുതി കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബോണറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വിസിബിളായിട്ടുള്ള, പ്രത്യേകം പറയുകയാണ്, വിസിബിളായിട്ടുള്ള മസിൽസ് എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്നുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റു പല ജർമ്മൻ ബ്രാൻഡുകളേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ നിന്ന് അല്ലെങ്കിൽ VXi മോഡൽ മുതൽ നമുക്ക് ലഭിക്കുന്നു എന്ന് തന്നെ ഞാൻ നിസ്സംശയം പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഒരു മാക്സിമം ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം രൂപയുടെ വണ്ടിയിൽ ലെവൽ 2 അഡാസ് മാരുതി നൽകുന്നുണ്ട്. എന്തായാലും 22 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് വരുന്നത്. ആ ഒരു പ്രൈസ് ഒട്ടും നഷ്ടമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കിനി വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ കാണാനാകുന്നത് ഒരു ഏകദേശം 17 ഇഞ്ചിൻ്റെ വീൽസാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, VXi വേരിയൻ്റ് ആയതുകൊണ്ട് ഡ്രം വീലാണ് നൽകിയിരിക്കുന്നത്. അലോയ് വീൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണുവാനാകുന്നത് ഇലക്ട്രിക്കിലേക്കുള്ള മാറ്റം നമുക്ക് ഉടനെ തന്നെ കാണുവാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ വാഹനം ഞാൻ പറഞ്ഞതുപോലെ VXi ആയതുകൊണ്ട് ഡ്യുവൽ ടോൺ അല്ല, സിംഗിൾ കളറിൽ തന്നെയാണ് റൂഫും ബോഡിയും നമ്മുടെ ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സും എല്ലാം വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ് സൈഡ് മിററിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ബോഡി കളറിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന കളർ തന്നെയാണ് ഹാൻഡിൽ ബാർസിന് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഡോർ ഏരിയയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത്യാവശ്യം പ്രായമുള്ള ആളുകൾക്കൊക്കെ കയറാനും ഇറങ്ങാനും നല്ല രീതിയിൽ ഒരു അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട്. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ബോഡിയിൽ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കൊരു ബോഡി മസിൽ ലൈനുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ബാക്കിലേക്ക് വരുന്ന സമയത്തും നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. വണ്ടി നമുക്ക് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ ഒരു വാഹനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ വേറെ ഒരു ഡീലർമാരും നൽകാത്ത ഓഫറാണ് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സ് കൊല്ലത്ത് നിന്ന് ഈ ഒരു പ്രാവശ്യം, അതായത് നമ്മുടെ ഈ ഓണത്തിന് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപ വരെ വില വരുന്ന ഓഫറുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണുവാനാകുന്നത് ഇവിടെയായിട്ട് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് അല്ലെങ്കിൽ ഒരു ബാഡ്ജിങ് ഈ ഒരു വാഹനത്തിന് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. തൊട്ട് ബാക്കിലായിട്ട് വിക്ടോറിസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനത്തിൻ്റെ പേര് നടുവിലായിട്ട് വലുതായിട്ട് ഒക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വിക്ടോറിസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. മാരുതിയുടെ ഒരു ക്രോമിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിക്ടോറിസ് എന്നുള്ള റൈറ്റിങ് ക്രോമാണ് വന്നിരിക്കുന്നത്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. തൊട്ട് മുകളിൽ മാരുതിയുടെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കണക്റ്റഡ് ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു റിഫ്ലക്റ്റർ യൂണിറ്റും അതിനകത്ത് രണ്ട് സൈഡിലും കത്തുന്ന രീതിയിലുള്ള ഒരു റിവേഴ്സ് ലൈറ്റുമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ബമ്പറിനകത്ത് നമുക്ക് സെൻസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഡിഫ്യൂസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കളറിലുള്ള ഡിഫ്യൂസർ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 439 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പോരായ്മ എന്ന് എനിക്ക് തോന്നിയത്, ഈ വാഹനത്തിന് സ്റ്റെപ്പിനി നൽകുന്നില്ല. പക്ഷേ സ്റ്റെപ്പിനി ഇല്ലാത്ത വാഹനത്തിന് ഒരു ജാക്ക് നൽകുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയൊക്കെ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത് ഏകദേശം 373 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് 439 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ സ്പോയിലറിനകത്ത് തന്നെ നമുക്കൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ വേണമെങ്കിലും ഇലക്ട്രിക് ആവാം. നമുക്കിപ്പോൾ നമ്മുടെ കൂടെയുള്ള വാഹനം സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഇതിന് ഏകദേശം ഒരു 27 വരെയുള്ള മൈലേജ് ഒക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു റൂഫ് റെയിൽ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് മെറ്റലല്ല. അത്യാവശ്യം ഒരു 5 പേരടങ്ങുന്ന കുടുംബത്തിന് നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇതെന്ന് പറയാം. ഇനി നമുക്ക് വാഹനത്തിന് ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കൊല്ലം ഇൻഡസ് മോട്ടോഴ്സ് ചന്ദനത്തോപ്പിലുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അഭിലാഷ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഒരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. ഇതിനകം മുഴുവൻ കുളമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അകം താഴ്ഭാഗം ഒന്നും കാണിക്കില്ലെന്ന് പറഞ്ഞാൽ താഴ്ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ.
ഫുള്ള് കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു വാഹനത്തിനകത്തേക്ക് കയറിയപ്പോൾ ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്യുവൽ ടോണിലുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷും അതിന് തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് ഫിനിഷ്. വൈറ്റ് എന്നുള്ളത് കുറച്ചൊരു എന്താ ഒരു ചന്ദന കളറോ അങ്ങനെയുള്ള കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ AC യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു AC-യുടെ എയർ വെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൺട്രോൾ പാനൽ കണ്ടോ, ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാനൽ കണ്ടപ്പോൾ മാരുതിയൊക്കെ ഇത്രയും വളർന്നോ എന്ന് ഞാൻ ചിന്തിച്ച് പോയ ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ മാരുതിയുടെ ഡിസൈനേഴ്സൊക്കെ, പുതിയ ആളുകളൊക്കെ വന്നെന്ന് തോന്നുന്നു. മാരുതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ആ ഒരു യൂണിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു യൂണിറ്റിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ബിലോങ്സ്, അതായത് നമ്മുടെ പേഴ്സ്, ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു യൂണിറ്റ് നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവറൊക്കെ നമ്മുടെ പഴയ വാഹനങ്ങളിലെ പോലെ തന്നെ സെയിം ഗിയർ ലിവറൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സീറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കപ്പ് സീറ്റ് ഫീച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വളരെ ടൈറ്റായിട്ടുള്ള രീതിയിൽ, അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു വണ്ണമൊക്കെ ഉള്ള ഒരാളാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുലുക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. തൈ സപ്പോർട്ടും അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാം. ഹെഡ് റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഹെഡ് സ്പേസ് ആണ് ഈ ഒരു വാഹനം നൽകിയിരിക്കുന്നത്. ഞാനൊരു ഏകദേശം 5.8 ഹൈറ്റുള്ള ആളാണ്. എൻ്റെ ഹെഡ് സ്പേസ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് വളരെ ഓവറല്ല എങ്കിലും വലുതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന, എങ്കിലും നമ്മൾ സേഫാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മുടെ വോളിയം കൺട്രോൾ ഫീച്ചറും സ്കിപ്പ് ബട്ടണും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് കമാൻഡ്, നമുക്ക് കോള് ആൻസറിങ് ഫീച്ചേഴ്സ് എല്ലാം ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിൽ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ മോഡുമാണ് ഈ ഒരു വാഹനത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു VXI വേരിയൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ഫീച്ചർ മാത്രമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റുമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ സ്ഥിരം മാരുതിയിലേക്ക് പോലെ തന്നെ ഒരു ഡാഷ് ബോക്സ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു റൂഫ് ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം നല്ല ഒരു ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വെള്ള നിറമാണ്, പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ അത്യാവശ്യം വാഹനം കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് പുറകുവശത്തേക്ക് പോയിട്ട്, പുറകുവശത്തെ കാര്യമാണല്ലോ നമുക്ക് കൂടുതലായിട്ടും അറിയേണ്ടത്. അപ്പോൾ നമുക്ക് പുറകുവശത്തേക്ക് പോയിട്ട് പുറകുവശം എങ്ങനെയുണ്ടെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പിറകിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പിലത്തെ സീറ്റ് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഞാൻ പേഴ്സണലി വണ്ടി ഓടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചത്. എങ്കിലും കണ്ടോ, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 2 AC വെൻറ്റുകൾ ഈ ഒരു വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2, ബാക്കിൽ 2, ടോട്ടൽ 4 ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളിൽ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള 3 പേർക്ക്, അതായത് ബാക്കിൽ ഇരിക്കുന്ന 3 പേർക്കും ഈ ഒരു ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പല വാഹന നിർമ്മാതാക്കളും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മളത് ഈ ഒരു ഡോർ യൂണിറ്റ് മുൻവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു 4 പവർ വിൻഡോയുടെ അഡ്ജസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക്
കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ കൂടി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഏകദേശം 2.5 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് ഈ ഒരു വാഹനത്തിന് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സ് ചന്ദനത്തോപ്പ് നൽകുന്നത്. മറ്റൊരു ഡീലറും ഈ ഒരു വാഹനത്തിന് യോണമായിട്ട് ഓഫറോ കാര്യങ്ങളോ നൽകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചങ്കിന് അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ചങ്കിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 1ഉം 2ഉം അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു 2.5 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഷോറൂമിൽ വേണമെങ്കിലും പോയി തിരക്കുക. അവിടെ തിരക്കുന്നതിനെക്കാട്ടിലും ഓഫർ, നല്ല ഓഫർ നമ്മുടേതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാഹനം ബുക്ക് ചെയ്താൽ മതി. താഴെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിലെ നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവിൻ്റെ നമ്പറാണ്. അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂം പ്രത്യേകം ശ്രദ്ധിക്കുക. കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ട വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാരുതിയിൽ നിന്നുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓണമൊക്കെ ആയിട്ട് സ്വന്തമാക്കുക. കാര്യം ഓണമൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ വാഹനം കറക്റ്റ് സമയത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഒരു അതിഥിയെ കൂടി കൊണ്ടുവരുന്ന പോലെ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു മാരുതിയുടെ വാഹനം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പുതിയ വാഹനം ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും കാണുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.